A1 ന്യൂസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 10:30 ചെറുപുഴ വ്യാപാരി വ്യവസായി ഹാളിൽ സംരംഭകത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടത്. യൂത്ത് വിങ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് ചുണ്ട അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഒ വിജേഷ് ക്ലാസ് ഉദ്ഘാടനവും ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ KR സ്മിത, ചെറുപുഴ കാനറ ബാങ്ക് മാനേജർ PV അശ്വിനി എന്നിവർ ക്ലാസുകൾ എടുത്തു. ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പറുമായ MV ശശി, ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഈ പരിപാടി ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിഷ്ഠിത ഈ മകനീയ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, കേരളത്തിൽ ആദ്യമായി വ്യാപാര വ്യവസായ സമിതിക്ക് യൂത്ത് വിങ് എന്ന സംഘടന ഉണ്ടായത് ചെറുപുഴയിലാണ്. പെരിങ്ങോം ഏരിയയിലാണ് ആ സംഘടനക്ക് ആദ്യമായി രൂപം കൊടുത്തത്. നല്ല രീതിയിൽ വളരെ ശ്രദ്ധേയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി മുൻ കാലഘട്ടങ്ങളിൽ യൂത്ത് വിങ് മുന്നോട്ട് പോവുകയാണ്. ആ സംഘടനയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് വിങ്ങിന് രൂപം കൊടുക്കണമെന്ന് എന്ന ചർച്ച തന്നെ ഉണ്ടായത്. ആ തുടക്കം കുറിച്ച് ചെറുപുഴയാണ്. തീർച്ചയായിട്ടും ചെറുപുഴയിലെ യൂത്ത് വിങ് ഇത്തരം അനവധി തുടരുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പ്രസംഗവേദിയായി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ വിശകലനമാണ് ഈ വേദി മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസംഗവേദിയായി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യൂത്ത് വിങ്ങിനെ ആദ്യമായി ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിന്റെ അധ്യക്ഷൻ പ്രതീഷ്, അതുപോലെ തന്നെ ഉദ്ഘാടകൻ പ്രവർത്തകനുമായ വിജേഷ്, അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ കാനറ ബാങ്കിന്റെ മാനേജറെ സമീപിച്ചപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിന്റെ സേവനം ഞങ്ങൾക്ക് ഞായറാഴ്ച തന്നെ ആവശ്യമാണ്. അതുപോലെ തന്നെ അശ്വതി മാഡം എന്നിവരും, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി ശശിയേട്ടൻ, എല്ലാവരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു, കൊറോണയ്ക്ക് ശേഷമാണ് സർക്കാരിന് വരുമാനം കൂടിയത് എന്ന്. ആരുടെയും വാങ്ങൽ ശേഷി കുറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു 1 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമെന്ന്. അതിന്റെ ഭാഗമായി തന്നെ സംരംഭങ്ങൾ തുടങ്ങിയതുകൊണ്ടാണ് ഈ ടാക്സ് വർദ്ധിച്ചതും സർക്കാരിന്റെ കണക്കിൽ നമ്മൾക്ക് വരുമാനമുണ്ട് വ്യാപാരികൾക്ക് എന്ന് പറയുന്നതും. പക്ഷേ നമ്മുടെ ചെറുകിട വ്യാപാരത്തെ സംബന്ധിച്ച് അത് നേരെ തെറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അധിക വ്യാപാരികളും സംരംഭങ്ങൾ തുടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് യൂത്ത് വിങ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ള യൂത്ത് വിങ്ങിന് പ്രത്യേക ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസ അറിയിച്ചു കൊടുക്കുന്നു. യൂത്ത് വിങ്ങിന്റെ ജില്ലാ കൺവീനർ ശ്രീ വിജേഷ്, അദ്ദേഹത്തിന് യൂത്ത് വിങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ രഞ്ജിത്ത് KS, അദ്ദേഹത്തിനും യൂത്ത് വിങ്ങിന്റെ പേരിൽ നന്ദി. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന വ്യവസായ വികസന വ്യാപാര സമിതി അംഗങ്ങൾക്കും അതിന്റെ ഭാരവാഹികൾക്കുമുള്ള നന്ദി അറിയിക്കട്ടെ. ഇവിടെ ഒരു ക്ലാസ് എന്നതിലുപരി നിങ്ങളോടൊന്ന് ഇന്ററാക്ട് ചെയ്യുക കിട്ടിയ ഒരു അവസരം എന്ന രീതിയിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം നമുക്ക് ബാങ്കില് നമ്മളുടെ എൻക്വയറീസ് വരുമ്പോഴും
പുതിയ വ്യവസായങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ചിലപ്പോൾ സമയപരിമിതിയോ ഓരോരുത്തരുടെ അടുത്ത് വിശദീകരിക്കാനുള്ള സമയപരിമിതികളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും ബാങ്കിങ് ടൈമില്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ റിഗാർഡിങ് നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടി വരുമ്പോൾ നമ്മുടെ ബാങ്കിലോട്ട് സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളോ എന്തുകൊണ്ടാണ് ഈ ഏതൊരു ആവശ്യത്തിന് വരുമ്പോഴും നമുക്ക് സമയം വൈകുന്നത് കൊണ്ടാണ് പല സംരംഭങ്ങളും പിന്നീട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കിട്ടേണ്ടിരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസില് ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ കിട്ടേണ്ട രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നീട് വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാത്തതെന്ന് ചില വ്യാപാരികളെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം പോലും. അതായത് ഫസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇത്ര മൂലധനം വേണമായിരുന്നു, ബാങ്കിൽ നിന്ന് ഇത്ര വേണമായിരുന്നു, പക്ഷെ അപ്ലൈ ചെയ്തപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ. അപ്പൊ അവിടെ തന്നെ എന്റെ ഫണ്ട് ബ്ലോക്കായി. അതിനുശേഷം എനിക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയില്ല, എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഇത്ര ഒരു ചെറിയ അളവിലുള്ള ബാങ്കിലെ അനുഭവം വെച്ചിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു ലോണിന് വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളിന്ന് ആദ്യം ചോദിക്കുന്നത് എത്ര കിട്ടും എന്നാണ്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ബിസിനസ്സാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് അതിനുവേണ്ടി എന്റെ ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ് വെച്ച് എനിക്ക് ഇത്ര പൈസയാണ് വേണ്ടത്, അതില് ഇത്ര രൂപ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപയെ കുറിച്ചൊരു പൂർണ്ണ ബോധ്യമുണ്ടോ എന്ന രീതിയിലാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ബാങ്കിലെ ഓഫീസർ ആയാലും മാനേജർ ആയാലും ആദ്യം അസസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതൊരു ബിസിനസ് അറിയാം, ഫസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളൊരു ലോൺ എടുക്കാൻ എന്ത് വരുമ്പോഴും ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് സിബിൽ സ്കോറിൽ കയറിയോ, സിബിൽ സ്കോർ എന്നുള്ള രീതിയിലാണ് ആദ്യം വരുന്നത്. ശരിയാണ്, ആദ്യം നമ്മൾ ഏതൊരു സംരംഭകരും ബിസിനസ് ലോൺ ആകട്ടെ, പേഴ്സണൽ ലോൺ ആകട്ടെ, ഹൗസിംഗ് ലോൺ ആകട്ടെ, ഏതൊരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് വരുമ്പോഴും ഫസ്റ്റ് നിങ്ങളുടെ പ്രൂഫാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് സിബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അത് വെച്ചിട്ടാണ്, അതായത് നിങ്ങൾ ബാങ്കിൽ ഇടപാട് നടത്തുന്ന മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.